നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നോർമലാ ഭ്രാന്തുള്ളവർ അത് സമ്മതിക്കില്ല ആന്റി. നമ്മളത് ട്രീറ്റ് ചെയ്യണം. നിവർത്തിയില്ലെങ്കിൽ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കുകയും വേണം. അതല്ല പ്രണവ് മോനെ, ശിവാനി ആത്മഹത്യക്ക് ശ്രമിച്ചതാ. 30 ഉറക്ക ഗുളികകളാ അവള് വിഴുങ്ങിയത്. ബോധം കെട്ട് കിടക്കുന്നത് ഞങ്ങള് കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. ഞങ്ങൾക്ക് ആരും തുണയില്ല മോനെ. ഈ ആശുപത്രിയിലെ അഗതിയെ പോലെ കഴിയാ എന്റെ മോള്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നിധി പോലും ഇതുവരെ വന്നില്ല മോനെ. ആന്റി, ചേച്ചി ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഓടി വരുമായിരുന്നു. ഞാൻ എന്തായാലും ചേച്ചിയോട് വിവരം പറയാം. ഉടനെ തന്നെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യാം. ശരി കുട്ടാ. അല്ല, ഏത് ഹോസ്പിറ്റലിലാ ശിവാനി അഡ്മിറ്റ് ചെയ്തത്? സിറ്റി ഹോസ്പിറ്റലില്. ഉടനെ വരണേ മോനെ. ശരി ആന്റി. അയ്യോ, അങ്ങനെ ആ തന്ത്ര ഏറ്റു. ഈശ്വര, ഇനി നിധിക്ക് എന്നെ കൂടെ കൊണ്ടുപോകാൻ തോന്നണേ. അതിനുള്ള വഴി ആലോചിക്കണം. ഒക്കെ ആലോചിക്കാം. ഞാൻ ആ വസുന്ധര പിശാചിനെ ഒന്ന് വിളിക്കട്ടെ. മെഡിസിൻ കഴിക്ക. എന്തിന്? നീ നിന്റെ മോട്ടിവേഷൻ നോക്കുക. എനിക്ക് ഏറ്റവും നല്ല മെഡിസിൻ. സുഖിപ്പിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് കഴിച്ചേ പറ്റൂ. ചേച്ചി, ശിവാനി ഹോസ്പിറ്റലാ. എന്തു പറ്റി? അത് സൂയിസൈഡ് അറ്റംപ്റ്റാ. മുപ്പത് സ്ലീപ്പിംഗ് പിൽസ് ഒരുമിച്ച് കഴിച്ചത്രേ. കഷ്ടിച്ച ജീവൻ തിരിച്ചു കിട്ടിയ. 30 സ്ലീപ്പിംഗ് പിൽസ് പേടിച്ച് വരച്ചാ ശിവാനി 2 എണ്ണം തന്നെ കഴിച്ചത്. എന്തായാലും ഞാൻ അവളെ എതിർക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നണം. ജീവിതത്തിൽ കുറുക്കുവഴികൾ മാത്രം തേടുന്നവർക്കുള്ള ശിക്ഷയത്. അവളുടെ ജീവിതം ഒരു മുഴുവൻ കയറിൽ അവസാനിക്കുമെന്ന് എനിക്ക് പണ്ടേ തോന്നിയതാ. എന്താ പ്രശ്നം? ശിവാനി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ആഹാ, വെരി ഗുഡ്. എന്നിട്ട് അവള് ചത്തോ? ശത്രുക്കളെ കുറിച്ച് പോലും ഇങ്ങനൊന്നും ചിന്തിക്കരുത് ആന്റി. ആരുടെയും വീഴ്ചയിൽ നമ്മൾ സന്തോഷിക്കരുത്. അയ്യോ, ഉപദേശത്തിന് നന്ദി. അത് നിന്റെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചാ മതി. ഈ കുടുംബത്തെ ചതിച്ച് നമ്മുടെ സ്വർണവുമായിട്ട് കടന്നു കളഞ്ഞവളാ ശിവാനി. അത്തരക്കാരെ വെറുക്കാനാ ഞാൻ ശീലിച്ചിട്ടുള്ളത്. ഇതൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. എനിക്ക് ശിവാനിയെ കാണണം സർ. അതിന്റെ ആവശ്യമില്ല. ജീവൻ രക്ഷപ്പെട്ടല്ലോ. നീ വേണമെങ്കിൽ അങ്കിളിനെ വിളിച്ചൊന്ന് ആശ്വസിപ്പിച്ചാൽ മതി. അത് പോരെ സർ. അവൾ എന്റെ അനിയത്തിയാ. എനിക്ക് വേണ്ടി അമ്മാവൻ ചെയ്ത ത്യാഗങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. ശിവാനി ഇപ്പൊ പഴയ ആളല്ല, ആകെ മാറിയിട്ടുണ്ട്. ഒരാള് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോ നമ്മൾ സഹായിക്കണമല്ലോ. നീ എന്ത് വർത്തമാനോ ഈ പറയുന്നത്? അവളീ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ നീ മറന്നുപോയോ? ഏരണം കെട്ട ഒരുത്തി ഇവിടെ വലതുകാലി വെച്ച് കയറാൻ തന്നെ കാരണക്കാരി അവളാ. നിധിക്ക് പകരം ശിവാനിയോടെ വന്നിരുന്നെങ്കിൽ അമ്മ ഹാപ്പി ആവുമായിരുന്നു. പറ, വേറൊരുത്തിന്റെ കൂടെ പോയവൾ, പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവൾ, ലോകത്തെ ഏറ്റവും വലിയ അത്യാഗ്രഹിയുടെ മകൾ, എനിക്ക് ചേർന്ന് അവളാണെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. ശിവാനി ജീവിതത്തിൽ ഒരു നല്ല കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയതാ. അതുകൊണ്ടാണ് എനിക്ക് നിധിയെ ഭാര്യയായിട്ട് കിട്ടിയത്. ഇതൊന്നും അല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം. ചേച്ചി അവളെ പോയി കാണുന്നതല്ലേ മര്യാദ. സാറ് സമ്മതിച്ചാലേ ഞാൻ പോവൂ. ഗൗതം സമ്മതിച്ചില്ലെങ്കിൽ നിധി പോകില്ല.
നിധി പോയാലേ ശിവാനിക്ക് ഇവിടെ എത്താൻ പറ്റൂ. എന്ത് ചെയ്യും? പോകണമെന്ന് നിനക്ക് നിർബന്ധമാണോ? ആ, പോയിട്ട് വരട്ടെ ഗൗതം. വിട്ടില്ലെങ്കി ജീവിതകാലം മുഴുവൻ ഇവള് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവള് ശിവാനിയെ പോയി കാണുന്നതില് നമുക്ക് എന്ത് ചെയ്തം? നിധി ഒരു പരാതിയും പറയില്ലമ്മേ. എന്നാലും കൂടുതൽ ആലോചിക്കുമ്പോൾ അവളെ പോയി കാണുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എത്രയൊക്കെ ആയാലും അവള് കാരണമല്ലേ ഞാനും ഇവള് ഒന്നിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാനും ചേച്ചിയും കൂടെ പോവാം. വിവരം അറിയിച്ചിട്ട് ഞാൻ കൂടെ ചെന്നില്ലെങ്കിൽ അവർക്കെന്ത് തോന്നും? ശരി, രണ്ടാളും കൂടെ പോയിട്ട് വാ. പ്രണവ്, ഞാൻ സാറിനെ റൂമിൽ കിടത്തിയിട്ട് റെഡിയായി വരാം. ശരി ചേച്ചി, ഞാൻ റെഡി ആയിട്ട് വരാം. ശരി. സൂക്ഷിച്ച്. അങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ആ പ്രശ്നം പരിഹരിച്ചു. ഇനി നിധിയെ ഒതുക്കാൻ ശിവാനി എന്റെ കൂടെ ഉണ്ടാവും. വസുന്ധര ഫോൺ എടുക്കുന്നില്ല. ദേ, നീ അവിടെ എത്തിയ ആദ്യം തീർക്കേണ്ടത് ഈ മൂശേട്ടയുടെ അഹങ്കാരം. ഒക്കെ ഞാൻ ഏറ്റമ്മേ. നിധിയും ഗൗതമിനെയും മെരുക്കാൻ ഇത്തിരി പാടാ. പക്ഷെ ആ സ്ത്രീയെ വളരെ ഈസി ആയിട്ട് ഒതുക്കാം. അത് വേണം മോളെ. പാമ്പിനാണല്ലോ പാല് കൊടുത്തേന്ന് അവർക്ക് തോന്നണം. എന്നാലേ ഈ കളിയൊന്ന് ഹരം പിടിക്കും. അല്ല, എന്റെ ബാഗ് റെഡിയല്ലേ? എല്ലാം റെഡിയാ മോളെ. ദാ, കണ്ടില്ലേ? ഓ, ബാഗൊക്കെ റെഡിയാക്കിയല്ലേ? അപ്പോ ശിവാനി നമ്മുടെ കൂടെ വരാൻ മാനസികമായി തയ്യാറെടുത്തോ? ശിവാനി വേറെ എന്ത് ചെയ്യട്ടാ? നമ്മളെ കൂടെയല്ലേ അവള് ജീവിക്കേണ്ടത്. ഞാൻ ആ നരകത്തിലേക്ക് വരാൻ തയ്യാറാണെന്ന് ആരാ പറഞ്ഞേ? എന്നെ വേറെ എവിടേക്കെങ്കിലും മാറ്റിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ചാവും. ഉറപ്പായിട്ടും ചത്തുകളയും. ശ്ശോ, ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി ജീവിക്കാം. വേണ്ട, എനിക്ക് വീട് കണ്ടാ തന്നെ ഭ്രാന്ത് പിടിക്കും. ഒരു മുഴുവൻ ഭ്രാന്തിയായി ചങ്ങലി തളച്ചിട്ട് എന്നെ കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരിക്കലും അല്ല മോളെ. എന്നാലും നിന്റെ അച്ഛന് ചില പരിമിതികളൊക്കെ ഇല്ലേ, അത് നീ ഓർക്കണ്ടേ? എങ്കിൽ എന്നെ വിട്ടേക്ക്, ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളാം. എക്സ്ക്യൂസ് മീ, ഞാൻ അഞ്ജന പൽപു, സൈക്കോളജിസ്റ്റ് ആണ്. വരൂ മാഡം. മാഡം വരുന്ന ഡോക്ടർ പറഞ്ഞിരുന്നു. ഹൗ ആർ യു ശിവാനി? ഐ എം നോട്ട് അറ്റ് ഓൾ ഫൈൻ മാഡം. ചന്ദ്രികെ, രേണു വരൂ, അവര് സംസാരിക്കട്ടെ. ശിവാനി ഫൈനല്ലാത്ത എന്തുകൊണ്ടാണ്? എനിക്ക് മടുത്തു. എനിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ട മാഡം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ശിവാനി. നമ്മളെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്ന ചതിയാണ് ആത്മഹത്യ. എന്തിനാ കരയുന്നത്? സമൂഹത്തിനൊരു വേട്ടപ്പെട്ടിയുടെ മനസ്സാണ് മാഡം. ഇരയെ കിട്ടിയ അതിന് മേലെ ചാടി വീണ് കടിച്ചു കീറും. എല്ലും തോലും പോലും ബാക്കി വെക്കില്ല. സൊസൈറ്റിയെ തിരുത്താൻ നമുക്കാവില്ല ശിവാനി. നമ്മൾ തന്നെ നമ്മളെ തിരുത്തുക എന്നതാണ് പ്രാക്ടിക്കൽ. ഞാൻ സ്വയം തിരുത്തിയതാ. പക്ഷെ നാട്ടിലെന്ന് ആരും അംഗീകരിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ സൂയിസൈഡിന് ശ്രമിച്ചിട്ട് ഇവിടെ അഡ്മിറ്റ് ആയത്. പക്ഷെ നാട്ടുകാർ പറയണത് ഞാൻ അബോർട്ട് ചെയ്യാൻ അഡ്മിറ്റ് ആയതാണെന്നായിരിക്കും. ഞാൻ സത്യമായിട്ട് ഏതെങ്കിലും ട്രെയിനിന് മുന്നിൽ ചാടി ജീവിതം അവസാനിപ്പിക്കും. അത് തീർച്ചയാ.